കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിള്ളേരൊക്കെ ഈ പാണ്ട കുട്ടികളെ പോലെ നല്ല രീതിയിൽ ചാച്ചി ഉറങ്ങണാണെങ്കിൽ എന്ത് രസാലേ. പാരൻസ് കുട്ടികൾ ഉറങ്ങണ കാണുമ്പോൾ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഈ മൗത്ത് ബ്രീത്തിങ് എന്നൊരു ഹാബിറ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നേസൽ ഇങ്ങനെ ബ്ലോക്കേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കര ടയേർഡായ ദിവസമാണെങ്കിലൊക്കെ കുട്ടികൾ വാ തുറന്നുറങ്ങാറുണ്ട്. പക്ഷെ അതൊരു ഹാബിറ്റ് ആണോ എന്ന് നോക്കണം. കുട്ടികൾ വാ തുറന്നുറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മോണയൊക്കെ വളരുന്ന ഏജാണത്. എങ്ങനെയാണ്, ഒരു 10 വയസ്സ് വരെയാണ് നേരത്തെ താടിയിൽ വളരുക. കുട്ടികൾ വാ തുറന്നുറങ്ങുകയാണെങ്കിൽ കുട്ടികൾക്ക് ലോങ് ഫേസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ മേലത്തെ താടിയല് കുറച്ചും കൂടെ നാരോ ആയിട്ട് വളരും. അതേപോലെ വാ തുറന്നുറങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ്, വാ കുറേ ഡ്രൈ ആകും. താഴത്തെ മോണയിലൊക്കെ ചെറിയ ഇൻഫ്ലമേഷൻസ് വരാനും അതേപോലെ ലിപ്സ് ഒക്കെ ഡ്രൈ ആവാൻ എല്ലാത്തിനും സാധ്യത കൂടുതലാണ്. വായിൽ തുപ്പൽ കുറവാണെങ്കിൽ എന്താണ്, പല്ലിൽ കൂടുതൽ കേടുകൾ വരും. ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ജലദോഷം വരുമ്പോഴോ വല്ലതൊക്കെയാണ് കുട്ടി വാ തുറന്നുറങ്ങുന്നത് വെച്ചാൽ കുഴപ്പമില്ല. അല്ലാന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ എന്തായാലും ആദ്യം ഒരു ENT-നെ കൺസൾട്ട് ചെയ്യുക. ENT-നെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയും നേസൽ വല്ല ഗ്രോത്ത് ഉണ്ടോ വല്ലതെന്ന്. നമ്മുടെ മൂക്കിനെല്ലാവരെയും അഡനോയിഡ്സ് ഉണ്ട്. അഡനോയിഡ്സ് എങ്ങനെയാണ്, ഒരു 3 വയസ്സാകുമ്പോൾ നല്ല രീതിയിൽ വളരാൻ തുടങ്ങും. 6 ഇയേഴ്സ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ആ ടൈമിൽ കുട്ടികൾക്ക് ശ്വാസം കിട്ടുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അഡനോയിഡ്സ് ചിലപ്പോൾ കൂടുതൽ ഗ്രോത്ത് ആവച്ചാൽ ചെറിയ സ്പ്രേയോ സർജറിയോ ചെയ്യേണ്ടി വരും. അതിനുശേഷം ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിനുള്ള ഊരിയിടാൻ പറ്റുന്ന കുറേ ക്ലിപ്സ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ മോണ പൊന്തുന്നതും പല്ലിൻ്റെ ഇടയിലെ ഗ്യാപ്പ് വരുന്നതും വാ ഉറങ്ങുന്ന ശീലവും എല്ലാം റെഡിയാക്കാൻ പറ്റും. അല്ല വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ മുഖം ചെറുപ്പത്തിൽ ഒരുപോലെ ആയിരിക്കും, വലുതാവുമ്പോൾ മോണയ്ക്കും പല്ലിനും എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം.